അമേരിക്ക ഇറാന്റെ മേലെ കൊടുക്കുന്ന സമ്മർദ്ദം ലോകത്ത് ആകമാനം പടരുന്ന വിശേഷമാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ അതൊരു ഇക്കണോമിക് ബ്ലോക്കേഡായി ലോകത്ത് എല്ലാ തരത്തിലും അതിന്റെ ഇമ്പാക്ട് വരുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം ഇറാൻ അത് തുറന്നു കൊടുക്കില്ലെന്നും അത് ബലം പ്രയോഗിച്ച് പുറത്തും ഇറാൻ കപ്പലുകളെ അനുവദിക്കില്ല എന്നുള്ള മറ്റുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ലോകത്തെ എല്ലാ ഭാഗത്തും പരിഭ്രാന്തി പടർത്തുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഓയിലിന്റെ വില തിരിച്ചു വീണ്ടും $100 കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് ചൈനയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്ത് ഇതിന്റെ പരമാധികാരം എന്നത് ഇറാനാണ്, ഇറാനും ഞങ്ങളും തമ്മിൽ ട്രേഡ് ഡീലുണ്ട്, അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഹോർമസ് കടലിടുക്ക് വഴി വരുന്ന കപ്പലുകളെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അക്രമം തിരിച്ചും ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ചൈനയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം ആരംഭിക്കുന്നത് ഒരർത്ഥത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ ആയുധത്തെ ഫോക്കസ് ചെയ്തായിരുന്നു എങ്കിൽ പോലും ഇത് ഇപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലെ വ്യാപാര ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് വിക്ടറിയായി ഇറാൻ കാണുന്നത് വരെ. അപ്പം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധം മാത്രമായിരുന്നെങ്കിൽ അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു യുദ്ധമായി മാറുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. കാരണം ഈ ഓയിലിന്റെ, അതായത് ലോകത്തിന്റെ ഓയിൽ ഒഴുക്കിന്റെ ഒരു 20% ഈ ഹോർമസ് കടലിടുക്കിൽ കൂടിയാണ് വരുന്നത്. അതിനെ നിയന്ത്രിക്കുക വഴി അല്ലെങ്കിൽ അതിൽ സമ്മർദ്ദം ചെലുത്തുക വഴി ഇറാന്റെ ഒരു പ്രശ്നത്തെ ലോകത്തിന്റെ മൊത്തം പ്രശ്നമാക്കി കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ മേഖലയിൽ നിന്നുള്ള ഓയിലിന്റെ ഉപഭോക്താക്കൾ എന്നത് ഇന്ത്യയും ചൈനയും അതേപോലെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെയാണ്. അമേരിക്ക ഇവിടെ നിന്നുള്ള ഓയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിലിന്റെ ആവശ്യമില്ല. കാരണം ഓയിലിന്റെ കാര്യത്തിൽ അമേരിക്ക സെൽഫ് സഫീഷ്യന്റ് ആണ് വലിയൊരളവ് വരെ. പക്ഷെ മറ്റു പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഓയിലിന്റെ കാര്യത്തിൽ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ സമ്മർദ്ദം അമേരിക്കയെ ബാധിക്കുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ ചേർത്ത് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഈ രീതിയിൽ അവിടെ സമ്മർദ്ദം നടത്തുന്നത്. ഇതുകൂടി കൂടാതെ ഇപ്പൊ ഈ ഹോർമസിന്റെയും ന്യൂക്ലിയറിന്റെയും കാര്യം കൂടാതെ നമ്മളൊരു പ്രധാനപ്പെട്ട വസ്തുത നമ്മളിപ്പോൾ ആ മേഖലയിൽ നടക്കുന്നത് ഇസ്രായേലിന്റെ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ലെബനോണിൽ. എന്ന് വെച്ചാൽ ആ പ്രദേശം ഇന്നുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 40 വർഷത്തിന് ഇടയ്ക്ക് വളരെ വലിയ ശക്തമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത്. ഈ ലെബനോണിന്റെ വലിയൊരു ഭാഗം, അതായത് ലെബനോണിന്റെ തെക്ക് വശം മുഴുവൻ ഇസ്രായേൽ പിടിച്ചെടുത്ത രീതിയിലാണ് ഇപ്പോൾ സംഗതികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ചർച്ചകൾ ഇന്ന് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലം എന്താവും എന്ന് അറിയില്ല. അതും ഒരു പ്രധാന ഘടകമായിരുന്നു ഈ ഇറാൻ അമേരിക്ക യുദ്ധം, ഈ ചർച്ചകൾ പാകിസ്ഥാൻ വെച്ച് നടന്ന ചർച്ചകൾ പരാജയപ്പെടാൻ. പക്ഷെ ഇന്നതിന്റെ ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് ഡിസ്കഷൻ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ലെബനോൺ ഇത് തമ്മിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലം ഒരു പക്ഷേ ഇതിന്റെ പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള കാര്യമുണ്ട്. അത് മാത്രമല്ല 16-ാം തീയതി മുതൽ വീണ്ടും അമേരിക്കൻ ഇറാൻ ചർച്ചകൾക്കും ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഹോർമൂസ് കടലിടുക്ക് അതിലൂടെയുള്ള ചരക്ക് നീക്കം എന്നുള്ളത് ഇറാനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അത് ലോകത്തെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ മാറ്റിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് വിക്ടറിയായി നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അതെ, ഇനിയിപ്പോൾ ഇതിലൊരു സമവായ നീക്കത്തിനുള്ള ശ്രമങ്ങൾ അതൊക്കെ ഇനി എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തും? സമവായ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പല ഭാഗത്തുനിന്നും. പ്രത്യേകിച്ചും GCC രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കാരണം GCC രാജ്യങ്ങൾ, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങൾ ഒരർത്ഥത്തിൽ അമേരിക്കയുടെ വലം കൈയാണ് ഈ മേഖലയിലെ. അതുമാത്രമല്ല തുർക്കി, സിറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും സമവായത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്നത് ഇപ്പോൾ ഇറാൻ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരു ന്യൂക്ലിയർ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക പറയുമ്പോൾ തന്നെ ഇത് ഒരർത്ഥത്തിൽ 2015 ഇറാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഇതിനെ വീണ്ടും കാലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ
അമേരിക്ക ഈ ന്യൂക്ലിയർ പദ്ധതിയെ ഫ്രണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി എന്നുള്ള ഒരു ഒറ്റ അജണ്ടയിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇപ്പോൾ ഒട്ടനവധി ലെയറുകളായി തിരിഞ്ഞിട്ടുണ്ട്. അതായത് അതിനകത്ത് ഈ ഹോർമോസ് കടലിടുക്കിന്റെ പ്രശ്നം വരുന്നുണ്ട്, അതേപോലെ ഇസ്രായേൽ ലെബനോണിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, GCC രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം വ്യാപിച്ചത് ഒരു പ്രശ്നമായി വരുന്നുണ്ട്. അപ്പം ഒരു പോയിന്റിലല്ല ഈ യുദ്ധം ഇപ്പോൾ നിലനിൽക്കുന്നത്, ഒട്ടനവധി വ്യത്യസ്ത ലെയറുകളിലായിട്ട് ഈ യുദ്ധം പടരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സമവായ ചർച്ചകൾക്ക് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ളത് ഈ രണ്ട് പാർട്ടികളുടെയും നിലപാടിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.